കൊറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ഇന്ന് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ കമ്പനി അധികൃതരുമായി ചർച്ച നടക്കും. കേരളത്തിലെ പ്രവർത്തനം തുടരണമെന്ന് കമ്പനിയോട് ആവശ്യപ്പെടാനാണ് സർക്കാരിന്റെ നീക്കം. ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് ബിന്ദു കൃഷ്ണ വ്യക്തമാക്കിയിരുന്നു. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ കൊറോ ഹെൽത്ത് എന്ന ഈ ഒരു കമ്പനിയുടെ നിലപാടുകളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അവർ ഈ 800ഓളം ജീവനക്കാർ വലിയ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ചർച്ചയെ നോക്കിക്കാണുകയാണ്. ഈ കമ്പനി പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കുന്നില്ല. കമ്പനി ഈ ജീവനക്കാരെ പുറത്തു നിർത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കമ്പനിയുടെ ഒരു ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് മന്ത്രി ബിന്ദു കൃഷ്ണ പലവട്ടം പറയുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ഈ ഹൈക്കോടതി ഇടപെടൽ കൂടി ഉള്ളതുകൊണ്ട് കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാമല്ലേ? ആരൊക്കെ പങ്കെടുക്കും, എപ്പോഴായിരിക്കും ചർച്ച, എന്തൊക്കെ ചർച്ചയാവും? അർജുൻ. ഗുഡ് മോർണിംഗ് ഷിഹാസൻ, ശ്രുതി. ഇന്ന് രാവിലെ 11 മണിക്കാണ് മന്ത്രി ബിന്ദു കൃഷ്ണ വിളിച്ചു ചേർത്ത യോഗം എറണാകുളം കളക്ടറേറ്റിൽ നടക്കാൻ പോകുന്നത്. ഇതിൽ ജീവനക്കാരുടെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ കൊറോ ഹെൽത്ത് മാനേജ്മെന്റിന്റെ പ്രതിനിധികളും ട്രേഡ് യൂണിയൻ നേതാക്കളും അടക്കമുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ യോഗത്തിലാണ് പ്രധാനമായും ഈ 900ഓളം വരുന്ന ജീവനക്കാരുടെ പ്രതീക്ഷ മുഴുവനുള്ളത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ കൊറോ ഹെൽത്തിന്റെ മാനേജ്മെന്റ് ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഇത്തരത്തിൽ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള സാഹചര്യമെന്ന് സർക്കാർ ഈ കമ്പനിയോട് ചോദിക്കും. ആ പ്രശ്നങ്ങൾ അവർ അവതരിപ്പിച്ച് അത് ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഇടപെടലിലൂടെ അത് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ സർക്കാരിന്റെ സഹായം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ തൊഴിൽ വകുപ്പും മറ്റും അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4-5 ദിവസമായി ഇത്തരത്തിൽ എല്ലാ ദിവസവും കോഴിക്കോടെയും കൊച്ചിയിലെയും ഓഫീസുകളിലേക്ക് കൊറോ ഹെൽത്ത് ജീവനക്കാർ എത്തുന്നുണ്ടെങ്കിൽ പോലും അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പകരം തൊഴിൽ വകുപ്പിന്റെ ജീവനക്കാർ, തൊഴിൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എത്തി അവരുടെ ഹാജർ രേഖപ്പെടുത്തി മടക്കിവിടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന സൂചനയാണ് നേരത്തെ കൊറോ ഹെൽത്തുമായി ബന്ധപ്പെട്ട് വന്നിരുന്നത്. പക്ഷേ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വലിയ പ്രതീക്ഷ ജീവനക്കാർക്ക് ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ 3 മാസത്തെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ലഭിച്ചിട്ടില്ല എന്ന പരാതിയും ജീവനക്കാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ ഇന്ന് ചേരാൻ പോകുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. രാവിലെ 11 മണിക്ക് എറണാകുളം കളക്ടറേറ്റിലാണ് യോഗം. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് 900ഓളം വരുന്ന ജീവനക്കാർ ഈ ചർച്ചയെ നോക്കിക്കാണുന്നത്.